എല്ലാവർക്കും സുഖല്ലേ? ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഞാൻ കുറെ നാളായി ഇങ്ങനെ കുറെ ആളുകളെ കണ്ടിട്ടുണ്ട്. സത്യം, പണ്ട് ഏതോ ഒരു ബെൻ ജോൺസൺ എന്ന സിനിമയ്ക്കാണ് ഇത്രയും ആളുകളെ ഞാൻ കഴിച്ചു കൂടിയത് കണ്ടത്. പക്ഷെ അതിനുശേഷം സഖാവ് ജയരാജേട്ടന്റെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. വന്നപ്പോൾ 1-2 സ്ഥലം കൂടി പോയി. പക്ഷെ എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ പഠിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാം. പക്ഷെ ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കാണണ്ട. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു സഖാവിന് ഒരു വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ. പല പത്രങ്ങളിലും വിജയത്തിനെ പറ്റി എന്തൊക്കെയോ എഴുതി. ഒരാളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ നല്ല ഊർജ്ജമുള്ള ആരോഗ്യമുള്ള ആള് തന്നെ വേണം. ഇദ്ദേഹം നിവർന്നു എന്ന് പറഞ്ഞ കൊടുത്താൽ അദ്ദേഹത്തിന്റെ വെളിച്ചെണ്ണ ഉണ്ടാക്കി വേറെ ഒഴിക്കും. അത്രയും നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെ വേണം അതിനകത്ത് പോയിരിക്കണേ. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നടക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജയരാജേട്ടന്റെ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട് എന്നോട് എത്താൻ കാരണം. ഞാൻ നല്ല മണ്ണിന്റെ മണമുള്ളൊരു മകനാണ്. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വലിയ ആൾക്കാരുടെ പോലെ വെബ്സൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കണ്ട. എനിക്കൊരു സെക്കൻഡ് തന്നാൽ അറിയാൻ പറ്റും കലാഭവൻ മണി എന്ത് ജോലിയാണ് ചെയ്തിരുന്നതെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ എന്നെ സിനിമാ താരമായിട്ട് കാണേ വേണ്ട, എനിക്കകത്ത് ജാതിയില്ല ഒന്നുമില്ല. നിങ്ങളെന്താ പഴയ ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് മാത്രമാണ്. ഇന്നും ആ ഓട്ടോറിക്ഷ വിൽക്കാതെ നിൽക്കുന്ന ഒരു കലാകാരൻ ഞാൻ മാത്രമേ. ചാലക്കുടി വന്നാൽ നിങ്ങൾക്ക് കാണാം ഒരു ഓട്ടോറിക്ഷയുടെ പേര് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പേരായിട്ട് ഓട്ടോറിക്ഷ ഉണ്ട്. അതിൽ കയറിയിട്ട് കുറച്ച് യാത്ര ചെയ്ത് പൈസ ഇല്ലാതെ പറഞ്ഞാലും കൊണ്ടിറക്കി വിട്ടോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം തോന്നാൻ കാരണം ഒരുപാട് ഇപ്പൊ ഇതിനകത്തൂടെ നാടൻ പാട്ട് വരെ എല്ലാവരും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയാ, ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന ഇലക്ഷന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അത് അരിവാൾ സൂചിക നക്ഷത്രം അടയാളത്തിൽ ബഹുമാനപ്പെട്ട സഖാവ് ജയരാജേട്ടന് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഈ വാർത്ത എനിക്ക് ചാലക്കുടിയിലെ ടിവിയിൽ ഇരുന്ന് കേൾക്കണം, വിജയിച്ചു എന്നുള്ളത്. അതിനെന്റെ കൊച്ചനുജത്തിമാരും ചേട്ടന്മാരും ചേച്ചിമാരും അനുജന്മാരും എല്ലാവരും ഓക്കെ അല്ലേ? ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. സഖാവ് പേടിക്കണ്ട, തീർച്ചയായിട്ടും ജയിച്ചോളൂ. പക്ഷേ ഞാൻ പറയാൻ കാരണം, ഈ കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗം എന്ന് പറയാൻ കാരണം, ഞാൻ എന്റെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ദുഃഖമുണ്ട്, സന്തോഷ രീതിയിലുള്ള ഭാഷയാണ്. എന്റെ പാട്ടുകാരൻ നിങ്ങൾ പണ്ട് കൂടെ ഒരുമിച്ച് അത് സഖാവ് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉമ്മയും പ്രിയപ്പെട്ടത്. എന്തായാലും സഖാവിന് ജയിപ്പിക്കണം. പിന്നെയെന്ന് പറയാനാണ്, എന്റെ മലയാള സിനിമയ്ക്ക് സൗന്ദര്യം വേണ്ട എന്ന് തെളിയിച്ചൊരു കലാകാരനല്ല. സൗന്ദര്യമില്ലെങ്കിലും സിനിമാ നടനാവാൻ കഴിയുമ്പോൾ തെളിയിച്ച ആളല്ല. ഇപ്പൊ കുറച്ച് നിറം വെച്ചിട്ടുണ്ടല്ലോ എനിക്ക്. എന്റെ വീട്ടിൽ അമ്മി പറയാനുണ്ടോ, നീ പഴയ പോലെ നീ വിളിച്ചിട്ടില്ല. ഇപ്പൊ കുറച്ച് നിറം വെച്ച് തടി വന്നില്ലേ, തടി കുറച്ചു. അങ്ങനെ എന്താ പറയാ. അപ്പൊ അതുകൊണ്ട് സൗന്ദര്യം വേണ്ടാന്ന് തെളിയിച്ച 2 കലാകാരന്മാരാ, ഒന്ന് ശ്രീനിവാസൻ ചേട്ടനും പിന്നെ ഞാൻ. പക്ഷെ എന്നാലും ചില മനസ്സിലുണ്ട്, എന്റെ മലയാള സിനിമയിൽ നിന്നും ഞാൻ സമ്പാദിക്കുന്ന പൈസയുടെ പകുതി ഭാഗവും ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു കലാകാരനാണ്. ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് സഖാവ് ജയരാജേട്ടൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല. മത്സരിക്കാതെ കണ്ട് തന്നെ എനിക്ക് എന്റെ വീടിന് മുമ്പിൽ ആളുകളാണ്. അപ്പൊ ഇനി മത്സരിച്ച് കഴിഞ്ഞാൽ അതിലും കൂടുതൽ ആളുകളാവും. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ മത്സരിക്കുന്നില്ല. പക്ഷേ
ഇതിനകത്തൊരു സുഖം എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്ത് കിട്ടിയ ആ സമ്പാദ്യത്തിന്റെ പകുതി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ചെലവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖം ഒരുപക്ഷെ എനിക്കായിരിക്കില്ല, എന്റെ മകൾക്കായിരിക്കും, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനായിരിക്കും ആ പുണ്യം കിട്ടുക എന്ന് വിചാരിക്കുന്ന ഒരു കലാകാരനാണ്.